നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ജമ്മു കാശ്മീരിലെ ഡോഡയിൽ ഭൂചലനം. തിങ്കളാഴ്ചയാണ് ഭൂചലനം ഉണ്ടായത്. റിക്ടർ സ്കെയിലിൽ 3.3 തീവ്രത രേഖപ്പെടുത്തിയതായി നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി അറിയിച്ചു. രാത്രി 9:28 ഭൂചലനം അനുഭവപ്പെട്ടതെന്നും NCS അറിയിച്ചു. ഭൂചലനത്തിന്റെ ആഴം 10 കിലോമീറ്റർ വരെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ലഡാക്കിലെ കാർഗിലിൽ കഴിഞ്ഞ ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് ഭൂചലനമുണ്ടായി. റിക്ടർ സ്കെയിലിൽ 3.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം രേഖപ്പെടുത്തിയതായി നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി അറിയിച്ചു. ഉച്ചയ്ക്ക് 2:42 ഭൂചലനം അനുഭവപ്പെട്ടതെന്ന് NCS അറിയിച്ചു. ഭൂചലനത്തിന്റെ ആഴം 10 കിലോമീറ്റർ വരെ രേഖപ്പെടുത്തി. മാത്രമല്ല, മേഘാലയയിലെ ഈസ്റ്റ് ഗാരോ ഹിൽസിൽ ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് റിക്ടർ സ്കെയിലിൽ 3.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം രേഖപ്പെടുത്തിയതായി നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി അറിയിച്ചു. മേഘാലയയിലെ ഭൂചലനം ഉച്ചയ്ക്ക് 2:37 അനുഭവപ്പെട്ടതെന്ന് NCS അറിയിച്ചു. ഭൂചലനത്തിന്റെ ആഴം 12 കിലോമീറ്റർ ആയിരുന്നു. അതേസമയം ഈയിടയ്ക്കായിരുന്നു ലഡാക്കിന്റെ തലസ്ഥാനമായ ലേയിൽ ഭൂചലനം ഉണ്ടായത്. റിക്ടർ സ്കെയിലിൽ 3.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് അന്നുണ്ടായതെന്നും നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി അറിയിച്ചിരുന്നു. ഭൂകമ്പത്തിന്റെ പ്രകമ്പനം ലേക്ക് സമീപമുള്ള പ്രദേശങ്ങളും ഉണ്ടായി. പുലർച്ചെ 5:30 അന്ന് അതുണ്ടായത്. ഭൂമിയുടെ അടിയിൽ 5 കിലോമീറ്റർ ആഴത്തിലായിരുന്നു പ്രഭവ കേന്ദ്രമെന്നും കൂടുതൽ വിവരങ്ങൾ പരിശോധിച്ചു വരികയാണെന്നതടക്കമുള്ള വിവരങ്ങൾ അന്ന് നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി വ്യക്തമാക്കിയതാണ്. മാത്രമല്ല, കഴിഞ്ഞ വെള്ളിയാഴ്ച UAEയിൽ നേരിയ ഭൂചലനം ഉണ്ടായി. റിക്ടർ സ്കെയിലിൽ 2.2 തീവ്രതയാണ് രേഖപ്പെടുത്തിയത്. വെള്ളിയാഴ്ച രാത്രി 9:10 ഉണ്ടായത്. അൽ ഗുവൈനിലെ ഫലജ് അൽ മൊലക് പടിഞ്ഞാറായി 5 കിലോമീറ്റർ ആഴത്തിലായിരുന്നു ഭൂചലനം ഉണ്ടായത്. പ്രദേശത്ത് കാര്യമായ പ്രകമ്പനങ്ങൾ അനുഭവപ്പെട്ടിട്ടില്ലെന്നും മറ്റ് അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്നും അധികൃതർ അറിയിച്ചു. അതേസമയം ഭൂമിയുടെ ഉപരിതലം അവിചാരിതമായി ചലിക്കുന്നതിന് ഭൂകമ്പം അഥവാ ഭൂമികുലുക്കം എന്ന് പറയുന്നു. ഭൂകമ്പങ്ങൾ ദുരന്ത കാരണമാകാറുണ്ട്. ഭൂകമ്പത്തെക്കുറിച്ചുള്ള പഠനത്തിന് ഭൂകമ്പ വിജ്ഞാനശാസ്ത്രം എന്ന് പറയുന്നു. ഭൂമിയുടെ ഉള്ളിൽ നടക്കുന്ന 2 തരം കാര്യങ്ങൾ ഭൂകമ്പങ്ങൾക്ക് കാരണമാകാറുണ്ട്. 1 വിവർത്തന പ്രവർത്തനങ്ങൾ, 2 അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾ. ഇവ രണ്ടുമല്ലാതെ അണക്കെട്ടുകൾ ഉണ്ടാക്കുന്നത് പോലുള്ള കടുത്ത സമ്മർദ്ദം ഭൂവൽക്കത്തിലെ ചെറു ഭ്രംശരേഖകൾക്ക് താങ്ങാനാവാതെ വരുമ്പോഴും ഭൂമികുലുക്കം ഉണ്ടാകാറുണ്ട്. ഇത്തരം ചലനങ്ങളെ പ്രേരിത ചലനങ്ങൾ എന്ന് വിളിക്കുന്നു. മറ്റു മാനുഷിക പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന, ഉദാഹരണത്തിന് അണുബോംബ് സ്ഫോടനം, ഖനി പ്രവർത്തനങ്ങൾ എന്നിവ ഭൂവൽക്ക ചലനങ്ങൾക്ക് ഭൂകമ്പം എന്ന് സാധാരണ പറയാറില്ല. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.